ഹായ് ഡിയേഴ്സ്, കാർഡ്ബോർഡ് പീസും ഐസ്ക്രീമിൻ്റെ ഒഴിഞ്ഞ ടിന്നുകളും കൊണ്ടുള്ള പുതിയ ഒരു ക്രാഫ്റ്റ് ഐഡിയ കണ്ടാലോ? ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലോട്ട് വരച്ചു കൊടുക്കുന്നത് ഒരു അരയന്നത്തിൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ വരച്ചു കൊടുക്കാം. അരയന്നമോ പീക്കോക്കോ അതല്ല ബട്ടർഫ്ലൈയോ ഒക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഈസിയാണ്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് കത്രിക വെച്ചിട്ടോ അതല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടോ ഈസി ആയിട്ട് ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിതൊന്ന് ഈ സൈഡെല്ലാം കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി പീസെല്ലാം ബ്ലേഡ് കൊണ്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ വക്കുണ്ടോ അതൊന്ന് നേർത്തിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പേപ്പർ ടേപ്പ് ഈ സൈഡിലുള്ള കാർഡ്ബോർഡ് പീസൊന്നും പുറമേ കാണാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഫുൾ കാർഡ്ബോർഡ് പീസിൻ്റെ വക്കും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു യെല്ലോ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരയണത്തിൻ്റെ പുറത്തോട്ട് നല്ലതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് കളറായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോ കളർ എടുത്തേ ഉള്ളൂ. ഇനി ഇതായി ഒരു ടൈപ്പിലുള്ള വൂളൻ ത്രെഡും കൂടി എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് 4 എടുത്തിട്ടുണ്ട്. 4 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ കയറൊക്കെ ഒന്ന് മെനയുന്നത് പോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. അതിനെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് കുറേശ്ശെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡിസൈൻ മാറാതെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചുറ്റിച്ച് തന്നെ നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളായിട്ടും ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വൂളൻ ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കളർഫുള്ളായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞ് പീസുകളാക്കിയിട്ട് അത് വെച്ചിട്ടും ഇതുപോലെ ഔട്ട്ലൈൻ ഫിൽ ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ സ്റ്റോൺസോ ലേസോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഔട്ട്ലൈൻ നല്ല നീറ്റായിട്ട് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരയന്നത്തിൻ്റെ ആ ഒരു കൂർത്ത ചുണ്ടിൻ്റെ പോർഷനിലോട്ട് അല്പം പെയിൻ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് റെഡ് കളർ പെയിൻ്റ് എടുത്തിട്ട് ആ ഒരു വളരെ കുറച്ച് ചുണ്ടിൻ്റെ പോർഷൻ മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കതിന് ഒരു കണ്ണും കൂടി വെച്ച് കൊടുക്കാം. ഒരു ചെറിയ ബീഡ് എടുത്തിട്ട് ഒന്നതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിലുള്ള തന്നെ ഒരു ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മാർക്കർ കൊണ്ടൊന്ന് കണ്ണിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്താലും മതി. ഇനി ഐസ്ക്രീം ടിന്നുകളെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു ടൈപ്പിലുള്ള ഐസ്ക്രീം ടിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടിന്ന് ഒരേ ലെവലിൽ ഒന്നാക്കി കൊടുക്കാനായിട്ട് കുറച്ച് വൈറ്റ് ഫോം ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചുറ്റിന് അളവിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ടിന്നിൻ്റെ വിഡ്ത്ത് വരുന്നത് ആ സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടിന്നിൻ്റെ വക്കിലോട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിനെ സ്ട്രെയിറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഇതിൻ്റെ ആ ഒരു ടോപ്പിൽ ആ വക്കിൽ ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി താഴെ നമുക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക. ഇപ്പം ഞാനിവിടെ ഒട്ടിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ അങ്ങ് വിടുകയാണ്. ഇനി ഈ ഒരു ഫോം ഷീറ്റ് കൂട്ടിച്ചേർത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തോടി ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള കുറച്ച് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തെടുക്കാവേ. ഇപ്പോൾ ക്ലോത്തോ കളർ പേപ്പറോ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഐറ്റം എടുത്തിട്ടും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഈ ക്ലോത്ത് അതിൻ്റെ ആ ടിന്നിൻ്റെ അതേ നീളത്തിന് ആ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ താഴെ നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ടിന്നിൻ്റെ പുറകിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫോം ഷീറ്റിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് കുറേശ്ശെ ഉള്ളിലോട്ടൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടിന്നിൻ്റെ പുറകു വശവും നല്ല നീറ്റായിട്ട് ആയി കിട്ടും. ആ രീതിക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇനി നമുക്കതിൻ്റെ താഴെ ആ ഒരു വശം കുറച്ചും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു സൈസിലുള്ള ലേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് താഴെ വശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കൂടാതെ തന്നെ അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും, ഒരു ഡിസൈനും കൂടി ആയിക്കിട്ടും കേട്ടോ. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് ലേസ് എടുത്താലും മതിയാവും.
ജസ്റ്റ് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളത്. ഇനി നല്ല ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നീളത്തിനും ഈ ഒരു ടിന്നിൻ്റെ ചുറ്റിനും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഈ ഒരു ലേസ് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതില്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺസോ ഒക്കെ വെച്ചിട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഈ സീക്വൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചുറ്റിനും ഈ ഒരു ടൈപ്പിലുള്ള സീക്വൻസ് വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ടിന്നിന് കുറച്ചും കൂടി ഒരു പ്രത്യേക ഒരു ഭംഗി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റിനും വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ടിന്ന് എംപ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐസ്ക്രീം ടിന്ന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ടിന്നുകൾ ഈ രീതിക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവേ. എല്ലാം ഒരേ കളറ് ആയിരുന്നാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസ് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതിലോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഓരോ ടിന്നുകളും നമുക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ക്യൂട്ട് ടിന്നുകൾ ഇതിലൊന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്തെടുത്താൽ നമുക്ക് കുഞ്ഞ് അധികം വെയിറ്റ് ഇല്ലാത്ത ടൈപ്പിലുള്ള ഐറ്റംസൊക്കെ ഈ ഒരു ചെറിയ ടിന്നിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. ഇത് നമുക്ക് നമ്മുടെ ചുവരിൽ തന്നെ ഡബിൾ സൈഡ് ടേപ്പോ അതല്ലെങ്കിൽ വാൾ സ്റ്റിക്കറോ ഒക്കെ വെച്ചിട്ടൊന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യൂട്ട് കാർഡ്ബോർഡ് പീസിലുണ്ടാക്കിയെടുത്ത ഈ ഒരു വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അധികം വെയിറ്റ് ഇല്ലാത്ത ഐറ്റംസൊക്കെ ഒന്ന് വെച്ചെടുത്താൽ നമുക്ക് വാളിൽ സെറ്റ് ചെയ്യാനുള്ള അടിപൊളി തീമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കോർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാലും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അത് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഐറ്റംസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.